ഗൈസ് നോക്കൂ, നമ്മുടെ അടുത്ത ദിവസം നമ്മളങ്ങനെ മണാലിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ പോവുകയാണ് അടുത്ത സ്ഥലമായ നമ്മുടെ ഡൽഹിയിലേക്ക്. ഗൈസ് ഭയങ്കരം അയ്യോ അയ്യോ ഗൈസ് ഇത് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണി തുറന്ന കാഴ്ചയാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതേ ഉള്ളു കേട്ടോ, വേറെ അങ്ങനെ വ്യൂ ഒന്നുമില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ രാവിലെ തന്നെ അമ്മച്ചിമാര് പ്രാർത്ഥിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂമാട്ടോ. 1800 രൂപയ്ക്ക് ഇതിലും നല്ലത് വേറെ എവിടെ കിട്ടാൻ? ചക്കോട്ടി വിളി വന്നു. 12 മണിയായി. ആയേക്കാ പോവാടാ, എല്ലാം എടുക്കുമല്ലേ? ഓക്കെ, റൂം ചെക്ക് ഔട്ട് ചെയ്യും കേട്ടോ. ലിപിക്ക് സംശയം തുടങ്ങി. എന്നടാ തുമ്പിയുടെ കോട്ട് തുമ്പി എടുത്തു. ഇനി അതും കൂടി ഉള്ളൂ. നിങ്ങൾക്ക് ഓടിക്കാം, ഇനിയും തുമ്പിക്ക് ഓടിക്കാം. ഇനി നമ്മള് ഓടിക്കൂല കേട്ടോ. ചീള് കേസൊന്നും നമ്മൾ പിടിക്കൂല. ഇതന്നെ ഇങ്ങനെയൊക്കെ വരുന്ന ലോഡ് മേടിക്കും. ഏതാണോ? വാ, ഒന്നുമില്ലല്ലോ. വാ, ഇവിടെ തടഞ്ഞു വെച്ചേക്കുവാ. മൂക്കും കുത്തിയത് കിടക്കും താഴെ. താട്ടുവാ. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തെത്തി കേട്ടോ. ഇതിന്റെ അകത്തോട്ട് സാധനങ്ങളെല്ലാം വെച്ചിട്ട് എല്ലാവർക്കും പനിയാട്ടോ. എല്ലാ സാധനങ്ങളും ഇനി എടുത്തു വെച്ചിട്ട് വേണം പോവാൻ വേണ്ടി. ഈ ഒഴുകുന്നത് നല്ല വെള്ളം കേട്ടോ, പക്ഷെ എല്ലാം ഇങ്ങനെ അഴുക്കിട്ട് നശിപ്പിച്ചേക്കുക. എൻ്റെ കയ്യിലല്ല, ലിവിയുടെ അടുത്താ. എൻ്റെ കയ്യിലല്ല, എല്ലാം എടുത്ത് വെച്ചിട്ട് വിട്ടേക്കാം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി വിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഒരു ചേച്ചിയുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. അത്യാവശ്യം കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടി വീണ്ടും പോകണം. എന്നിട്ട് വണ്ടി എടുത്ത് പോകാം. വണ്ടി പൂട്ടിയായിരുന്നോ? അല്ല, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ തിരിച്ചു വരേണ്ടി വരും. ഈ കാണുന്നൊരു ഹെല്ലിക്കകത്താണ് ഇന്നലെ നമ്മൾ റൂം എടുത്തത്. അത് ഇവിടെ എങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റ്. ഞാൻ തിരക്കാണെന്ന് അറിയുന്നില്ല. വൈകുന്നേരം ഇന്ന് രാവിലെ ഒരു മനുഷ്യനുമില്ല, എല്ലാം അങ്ങോട്ടോ പോയി. അല്ലല്ലോ ഇവനെ, ഇന്നായപ്പോ എല്ലാരും കറങ്ങാൻ പോയി. ഇപ്പം തിരക്കില്ല. ഇന്നലെ നല്ല തിരക്കായിരുന്നു, ഫുള്ളായിരുന്നു. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. ഒരു അഴിമതി കൂടുതലാണ് ഞങ്ങൾ റൂം എടുത്തത്. അതെ, മുതലാളിനെ അവന് മുമ്പിച്ചു, അവനെ ഞങ്ങൾ മുമ്പിച്ചു, ഞങ്ങളെ ദൈവം മുമ്പിക്കും. ഇല്ല, ശരി സാറ് പറയുന്ന പോലെ എല്ലാ വണ്ടിയായിട്ട് ഫുള്ള് കർട്ടനാ. വണ്ടി നീങ്ങുന്നില്ല, ഫുള്ള് കർട്ടൻ. അത് ഫാമിലി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് കിട്ടും. അവിടെ അത്യാവശ്യം ചോറ് സാധനങ്ങളും സംവിധാനങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഈ ചേട്ടന്റെ കാല് പിടിച്ച് അതെ, ലിഫ്റ്റ് പൈസ കൊടുക്കണ്ട, ഫ്രീ. പുകഴ്ത്തി പറഞ്ഞേക്കാം. എന്റെ തൊണ്ട സൗണ്ട് പോയി ഗൈസ്. എന്റെയും പോയി. ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ തണുപ്പിലോട്ട് പോയില്ലേ, നമ്മൾ സാധാരണ -36 റഷ്യയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്തെ പ്രശ്നങ്ങൾ കസാക്കിസ്ഥാനിൽ കൂടെ ഉള്ള യാത്ര അത് പറയണോ? വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാട്ടോ തുമ്പി. അല്ല, അങ്ങോട്ടല്ല, യു എടുത്തിട്ട് അച്ഛാ ബൈ. 100 രൂപ. ഇതാണ് നമ്മൾ പറഞ്ഞ കട കേട്ടോ. ഇത് ഈ കാണുന്ന കട. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നാൽ കഴിച്ചേ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറും. എന്നാടാ, ഇല്ലേ ഒന്നുമില്ലേ? എന്നാടാ നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹോട്ടൽ. ഇവിടുന്ന് ചേച്ചിയോട് ഞാൻ ഒരാൾക്ക് കഞ്ഞിയും 2 പേര് ചോറും പറഞ്ഞു. നമുക്ക് വേണേ കഞ്ഞി കിട്ടും, ചോറ് വേണേ ചോറ്. ദിസ് ദ ഓണർ ഓഫ് ദ ഫെയിം ഓഫ് ദി ആള്. ചേച്ചിയുടെ പേരെന്നാ? ആൻസി ചേച്ചി, കട്ടപ്പന. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും സാധനമൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം അതൊക്കെ കിട്ടും. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ ആർക്കെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടി വരെ കിട്ടും. ചില ആൾക്കാർക്ക് ഇപ്പം മഞ്ഞയൊക്കെ കാണുമ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ അരി കിട്ടും. അതെ, കറി വെക്കാൻ സാമ്പാർ പൊടി കിട്ടും. എല്ലാ സാധനവും ഇവിടെ കിട്ടും. അതേ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാൽ ചേച്ചി നിങ്ങൾക്ക്. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്ന് കുറേ സാധനങ്ങൾ കഴിച്ചു. ഇവിടെ ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നേരെ ഔട്ട്ഡോർ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ, അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാം. മണാലിയുടെ അങ്ങോട്ട് മഞ്ഞുമല, ഇങ്ങോട്ട് തന്നെ ബിൽഡിങ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടെ താഴെ എവിടെ എങ്ങനെയാണ് നമ്മുടെ ഹോട്ടൽ കുണ്ടൻപിള്ള, അവിടെ എവിടെ എങ്ങനെ കേട്ടോ. ഇതെന്താ ഇത്? ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞേ. കമന്റ് ബോക്സിൽ എല്ലാവരും നമ്മളെ പൂരം തെറി. അപ്പൊ നമ്മൾ തെറി പറയുന്ന തെറ്റ്. ഞാൻ അംഗീകരിക്കില്ല. തെറി പറയുന്ന തെറ്റല്ല. കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ഞങ്ങളെ തെറി വിളിച്ചു. ഇത്രയും നാളും തെറി വിളിച്ചോണ്ട് 5-6 വർഷം. 6 വർഷം ഞങ്ങൾ 2 തെറി വിളിച്ചപ്പോൾ പ്രശ്നം. വർഷം ആയിട്ട് നമ്മൾ സമ്മതിക്കൂല. ഇപ്പൊ 2 ഈക്കലായി പോയി. അതെ ഗൈസ്, ഫൈനലി നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് വേണം അതിൽ പൊരിച്ചോണ്ട് ഈ വണ്ണം ഉണ്ട്. അതിലേക്ക് ഈ വണ്ണം വലുതാട്ടോ. നല്ല കിട്ടില്ല ഫുഡ് കിട്ടും. കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടി. ഫൈനലി നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് എന്നാ പറയുക, ഞുറുക്ക്, അതുപോലെ തന്നെ കേക്ക്, പിന്നെ അതുപോലെ തന്നെ അച്ചാറ്,
ഗൈസ് ഇതുണ്ടോ മീനച്ചാറ് ഈ തണുപ്പ് കഴിയാൻ അവല് കേട്ടോ. ആ ഇത് മീനച്ചാറ് കാപ്പിപ്പൊടി ചുക്ക് കാപ്പിപ്പൊടി അതും വേണ്ട. ഇപ്പൊ നോർത്തിൽ നിന്ന് നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ അതും ഉണ്ട് ഇവിടെ. അത് നോർത്ത് ഇന്ത്യൻ അച്ചാറാ. ഇത് നോർത്തിൽ അച്ചാർ കണ്ടു. ഇന്നലെ ചേച്ചിയുടെ ഒരു കിഡിലും ബീട്രൂട്ട് അച്ചാർ തന്നെ കിഡിലും സാധനമായിരുന്നു, പക്ഷെ കുറച്ചേ തരത്തുള്ളൂ. സാധാരണ കൂടുതൽ തരത്തില്ല. വേറെ കാര്യമുണ്ട്. സാധാരണ കേരളം വിട്ട് അതിന് ഇത്ര നല്ല ഫുഡ് കഴിക്കാൻ നമുക്ക് കിട്ടും. ഞങ്ങൾ INA ഡൽഹി INA കഴിച്ചിട്ടുണ്ടല്ലോ, ഈ സുജാതയുടെ മിക്സറൊക്കെ വർക്ക് ചെയ്യുന്നല്ലേ ഞങ്ങളുടെ വയറ് വർക്ക് ചെയ്ത്. നല്ല ഹോട്ടലാ, ഞാൻ പറഞ്ഞില്ലേ, നല്ല ഹോട്ടലായിരുന്നു. നോക്കിയേ അങ്ങ് മേളിലൊക്കെ വീടിരിക്കുന്ന നോക്കി തുമ്പി. എന്നത് അയ്യോ, ഞങ്ങൾ മേലോട്ട് പോകുന്നില്ല കേട്ടോ, കാരണം ഞങ്ങൾ ഓൾറെഡി ഇവിടെയൊക്കെ തുമ്പിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പെട്ടെന്ന് പനി പിടിക്കും, തുമ്പിക്ക് തലവേദന. ഒരു പെട്ടി ആരാ സത്യമല്ലേ, വലിയ രോഗിയാ. നോക്കൂ, ഫൈനലി നമ്മുടെ ഭക്ഷണം എത്തി. ഞാൻ പറഞ്ഞ എനിക്കുള്ള കഞ്ഞി കിട്ടി, സൈഡ് കിട്ടി, ലിബിന് ചോറ്, സാമ്പാർ, മീൻകറി, ചിക്കൻ കറി, പപ്പടം, അങ്ങനെ എല്ലാവർക്കും ഉള്ള എല്ലാം കിട്ടി. ഇത് മീനച്ചാറ്, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാം കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു മീൻ വറുത്തതും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പൂൺ വന്ന ലിബി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. ഒരു മുണുക്കുന്നു ഗൈസ്. എത്ര നാൾ കൂടി എന്നിട്ട് ഇപ്പോൾ ഒരു 20 ദിവസം കൂടി ആയിരിക്കും 4 വർഷം കഴിക്കുന്നത്. അല്ല കഞ്ഞി അല്ലേ, 20 ദിവസം ഗൈസ്. അങ്ങനെ നമുക്ക് ഫൈനലി ഇത് കഴിക്കാം. നല്ല ഫുഡാട്ടോ. മണാലി വരാൻ നേരത്തെ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ കാണിച്ച റെസ്റ്റോറൻറ്റ് വരാം. നല്ല കിടിലം ഫുഡ് കിട്ടും. നാടൻ ഫുഡാ അല്ലേ തുമ്പി? അല്ലേ, മണാലി വരുന്നവർക്ക് നല്ല നാടൻ ഫുഡ്, അല്ലാതെ നോർത്ത് ഇന്ത്യൻ മിക്സ് അല്ല. വെളിയിൽ നിന്നും ഫുഡ് കഴിച്ച് വയറ് കേടാകുന്നവർക്ക് ചേച്ചി കഞ്ഞി വരുന്നതായിരിക്കും. അതെ, അല്ലെന്നേ, വേറെ കാര്യം നമ്മൾ കേരള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യൻ മിക്സ് ആണ് നമുക്ക് തരുന്നത്. അതെ, പ്രോപ്പർ കേരള അത് അല്ലേ, ഒറിജിനലി ഫ്രം കട്ടപ്പന. നല്ല സ്വയംഭം ഫുഡ്, നല്ല കാച്ചിയ മോര്. ഞാൻ മീൻകറി ഇതിൻ്റെ ഒഴിച്ചു. ആദ്യമായിട്ട് ഞാൻ തണുപ്പുള്ള മീനച്ചാറ് മോര് കിട്ടുന്നത്. അല്ലേ, നല്ല ഫുഡ്. ഇനിയിപ്പോൾ ഒരു മീൻ ഗ്രില്ലും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം കലക്കൂട്ടാ. നമുക്ക് ഫൈനലി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതാണ് നമുക്ക് പോകേണ്ട വഴി. നമ്മുടെ ഹോട്ടൽ അവിടെ എവിടെയും ആയിട്ടാണ്. ഇനിയിപ്പോൾ അവൻ്റെ ഒരു ചായയുടെ ബില്ലും കൂടെ ഉണ്ട്, അതും കൂടെ തീർത്താ. ചായയുടെ ബില്ല് കൊടുക്കാത്ത എന്താണെന്ന് അറിയാം, ചായയുടെ ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകാൻ വേണ്ടി പറയും. അതെ, അപ്പൊ ചായക്ക് വേണ്ടി നമ്മളവിടെ വണ്ടി വെച്ചു ഒരു 3 മണിക്കൂർ തന്നെ. താനെന്തായാലും മീൻ കഴിക്കാത്ത വലിയ പണയം വെച്ച് കൂടുതൽ ഐഫോൺ വെക്കുന്നു, വെക്കുന്നു. മുതലാളിനെ മുടിച്ചൊരു ഗതിയാക്കിട്ടെ അവൻ. കട്ട്. ആ, നമ്മുടെ വണ്ടി ഫ്രണ്ട് നമ്മുടെ വണ്ടിയാണ് ഉടുക്കിലാണ് ഇട്ടേക്കുന്നത്. ഇനിയും മുതലാളിനെ നീ മുടിപ്പിക്കണം, അങ്ങനെ അയാളെ കാലി വാരി അയാളെ ഇല്ലാതാക്കണം. ഓക്കെ, ബൈ. നേരെ ഫ്രണ്ടിൽ കൂടെ ഇനി ഇങ്ങനെ എടുത്തു വേണം കേട്ടോ പോകാൻ വേണ്ടി, ടൗണിൽ കൂടെ. ഓ, टाउन में जाने के लिए सीधा है, ऊपर है, मार्केट में जाएगा, प्रॉब्लम कुछ नहीं है. ഏതെങ്കിലും ആട്ടോ നമുക്ക് പോവാം. എൻ്റെ ദൈവമേ, നോക്കിയേ എന്താ അവസ്ഥയെന്ന് നോക്കിയാൽ വണ്ടിയുടെ. ഒന്ന് എന്തായാലും കഴുകിയേ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മളൊക്കെ കഴുകി ഉണ്ടാക്കി ഞങ്ങൾ പോകുന്നേ. ലിബിനെന്തൊക്കെയോ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ. അവിടെ ചെറിയ കട്ടിങ് ഉണ്ട്. നമുക്കെന്നൊരു പണി ചെയ്യാൻ തുമ്പി, നേരെ അങ്ങ് പോവാം. അത്യാവശ്യം നല്ല തിരക്കാട്ടോ, എല്ലാവരും മേളിലേക്ക് പോയേക്കാം മണാലിയിൽ. നമ്മൾ നേരെ തിരിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി എങ്ങനെയൊക്കെയാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ടത് കേട്ടോ. സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പം തിരക്കായിരിക്കും. ഇതേ മറ്റേ ചൈനീസ് കമ്പനി മിനിസു, ഇതാ മറ്റേ ചൈനീസ് സ്റ്റോർ ആട്ടോ ഈ സംഭവം. ആരെ പറ്റിക്കണമെന്ന് ആലോചിച്ചിരിക്കും കേട്ടോ അപ്പൂപ്പൻ. ഷീറ്റ് ഇട്ടാക്കുന്നുണ്ട്, ഷീറ്റല്ല, പിന്നെ ഇത് മറ്റേ കർട്ടൻ. രാവിലെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്നലെ ഹീറ്റർ എന്ന് പറഞ്ഞ മുതലാളിനെ 200 രൂപ. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെയാണ് നല്ല എത്തും, കുതികാലി വെട്ടും. രാവിലെ ചായ തന്നു, അതും അവനെടുത്ത് കേട്ടോ, അവനെ കൊണ്ടുപോയി വാങ്ങി. ഗൈസ്, ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഇറങ്ങി പോകണം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്രോക്സിമേറ്റ് 515 കിലോമീറ്റർ, 10 മണിക്കൂർ. ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ എത്തും. 12 അല്ലെങ്കിൽ 1-2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇന്ന് എത്തും. അപ്പൊ ഇന്ന് നമുക്ക് പയ്യെ തീറ്റാൻ കൂടി എല്ലാം പയ്യെ അങ്ങ് പോയാൽ അതായിരിക്കും. തിരക്കുണ്ട് കേട്ടോ, തിരക്കില്ലാഴിയൊന്നുമില്ല, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇതാണോ പിന്നെ തിരക്ക്? നമ്മളൊന്ന് വണ്ടി ഇടാൻ വേണ്ടി എന്നിട്ടോ ഒരു പാരാഗ്ലൈഡിങ് ചെയ്താ നിങ്ങളൊക്കെയാണ് ചെയ്തത്, ഞാൻ വരികയല്ല. അല്ലേക്കാണോ നിങ്ങൾ തീരുമാനിച്ചോ? ഇതിലായിരുന്നു നമുക്ക് പോകണ്ടേ, അല്ലേ? അതാണോ നമുക്ക് പോകേണ്ട വഴി മാറിപ്പോയി. ആ, കുട്ടികളൊക്കെ ഇട്ടാക്കുന്ന നോക്കിയോടാ, നോക്കിയേ. വലിയ തിരക്കില്ല കേട്ടോ, പഴയതിനെ അപേക്ഷിച്ച് നോക്കാനത് വലിയ തിരക്കൊന്നും മണാലി കാണാനൊന്നുമില്ല. ഈ മേളിലൊക്കെ ഉണ്ടോ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ, ഇതൊക്കെ പണ്ടൊക്കെ ഭയങ്കര റഷായുള്ള സ്ഥലങ്ങളായിരുന്നു. റഷ്നെസ്സും സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ. ബസ് സ്റ്റാൻഡ് കണ്ടാ അറിയാടാ, കഴിഞ്ഞ കൊല്ലം
കഴിഞ്ഞത്തെ മുന്നത്തെ കൊല്ലാണോ നല്ല പ്രളയം വന്നായിരുന്നു. ബസ് സ്റ്റാൻഡൊക്കെ ഒലിച്ചു പോയി. ഇപ്പൊ റെഡി ആക്കിയതാട്ടോ തോന്നുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുടെ ട്രെൻഡ് മാറിപ്പോയി. അതാണ് മെയിൻ പ്രശ്നം. കേരളത്തിലുള്ള ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ പുറം രാജ്യത്തോട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഡൊമസ്റ്റിക് ട്രാവലിംഗ് ഒക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞു. കേരളക്കാര് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഇവിടം വരെ വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എത്രയാ? ആ സമയത്ത് ഇവിടുന്ന് മലേഷ്യക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എത്രയാണ്? ഈ വഴി തന്നെ പൊക്കോ. ഇത് നമുക്കറിയാവുന്ന വഴിയാ. പൊക്കോ. ഇത് 4 വരിക. പൊക്കോ. കറക്റ്റ് സീതാ. അത് ലിബിൻ പറഞ്ഞത് ശരി. പിന്നെ വേറെ കേസ്, നമ്മുടെ നാട്ടിൽ കൂടെ യാത്ര ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് വരാമെന്ന് വിചാരിച്ചോ, നമ്മൾ നല്ല പൈസ ഫൈനായിട്ട് തന്നെ ഇപ്പൊ പോലീസുകാർക്ക് കൊടുക്കേണ്ട ഒരു ഗതികേട്. ഇതാ പ്രളയം വന്ന ഭാഗം. ഇതാ ലിബിനെ. ഇങ്ങനെയായി പോയല്ലേ റോഡ്. ഒരു ഭാഗം മൊത്തം പോയത് എന്നാണ്. ഇത് സ്റ്റാൻഡിൽ വണ്ടി കിടക്കുന്ന നോക്കിയേ ട്രാവലറുകളൊക്കെ നോക്കിയേ. മൊത്തത്തിൽ വലിയ തിരക്ക് കാണുന്നില്ല കേട്ടോ. ഇത് നോക്കിയേ. ഇതാ കഴിഞ്ഞ പ്രാവശ്യമാണോ കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യമാണോ പോയതാ കേട്ടോ. ഇവിടെ കണ്ടായിരുന്നു സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല. വോൾവോ സ്റ്റാൻഡ് ആയിരിക്കാം. അല്ലേ? ഇതാന്ന് തോന്നുന്നു സ്റ്റാൻഡ് കേട്ടോ. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലേ, കാരണം എനിക്ക് അത്ര ഗ്രാഹി ഇവിടെ ഇതിനെ കുറിച്ചൊന്നും ഇല്ല. എന്തായാലും ഇത് ആ ഒരു ഉരുൾപൊട്ടൽ നശിച്ചാന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടോ. ഇത് കണ്ടോ, മൊത്തം നശിച്ച് നാരണക്കല്ലേ നിൽക്കുന്നത്. ഇത് തന്നെയാണോ തുമ്പി? ഇത് തന്നെ. കുറച്ച് താഴെയായിരുന്നു വോൾവോ സ്റ്റാൻഡ്. അപ്പൊ നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു? അതേടാ അവിടെ ആയിട്ടായിരുന്നു. അതേടാ ലിബിനെ ആ ഒരു ഭാഗമാന്ന് തോന്നുന്നു. അതൊക്കെ പോയി. അയ്യോ, ഇതെന്താ ഇത്? മേളിൽ നിന്ന് ഓടിച്ചായിരുന്നു കേട്ടോ. മേളം ക്ലിയർ ആക്കിയതാ കേട്ടോ സ്റ്റാൻഡ്. ഇതായിരുന്നു ലിബിനെ. കറക്റ്റ് നോക്കണം. 1 ഏക്കർ വോൾവോസ് ഒക്കെ എവിടെ ഇടുന്നേ? ഇവിടെയാ? ഇപ്പൊ 1 ഏക്കർ ഉണ്ട്. ഇവിടുന്ന് അപ്പുറം വരും. അമ്മോ, എന്തൂരിയാ പോയെന്ന് നോക്കിയേ. ഇവിടുത്തെ മണ്ണിന് കട്ടിയില്ലെന്നേ. ഇവനെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിനൊക്കെ ഇതാക്കാൻ വേണ്ടി ബ്ലാസ്റ്റിംഗ് ഉണ്ടാക്കൂലേ, അങ്ങനെ ഈ ഭൂമി കുലുങ്ങും. അങ്ങനെ ആകുമ്പോ അടുത്ത മഴക്കാലത്ത് അതും കൂടെ കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് പോകും. നമ്മുടെ അവിടെ അല്ല പരിശീലന പ്രദേശം, ഇവിടെയാണ് പരിശീലന പ്രദേശം. ഇതാ സ്റ്റാൻഡ്. ശരിയാ. ഇതാ അല്ലേ ലക്ഷ്മിയുടെ ഒക്കെ കണ്ടമാനം ബസ് കിടപ്പുണ്ട്. ലക്ഷ്മി ലിങ്ലുങ്, ലക്ഷ്മിക്കും എന്നാ സിംഗ്ലുങ് ബസ്, സിംഗ് ബസ്സും ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. പിന്നെ ഇവരുടെ ഗവൺമെന്റ് വണ്ടിയാട്ടോ ഏറ്റവും കൂടുതൽ. കണ്ടില്ലേ? ദൂരെയാന്ന് നോക്കിയാൽ ലക്ഷ്മി ഇപ്പൊ ഇന്ത്യയിലെ വലിയൊരു സർവീസായി മാറി കേട്ടോ. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തോടും കണക്ടിവിറ്റി ആയിട്ടുള്ളൊരു ട്രാവൽ സംഭവം. എനിക്ക് വെസ്റ്റ് ബംഗാൾ ആരനാന്ന് തോന്നുന്നു അതിന്റെ ഓണർ. എത്രയാ ബസ്? സിംഗും ഉണ്ട് ലക്ഷ്മിയും ഉണ്ട്. കണ്ടമാണ് ഫ്ലിക്സ് ഒന്നും ക്ലച്ച് പിടിക്കൂല കേട്ടോ. ഫ്ലിക്സ് ഒക്കെ അവരുടെ തന്ത്രം വേറെ. അവരെല്ലാ റോഡിലും വണ്ടി ഇറക്കിയിട്ട് ക്ലച്ച് പിടിക്കാൻ നോക്കിയിട്ടൊക്കെ അവർ വണ്ടി എടുക്കുള്ളൂ. നോക്കിയേ, ഇത് HP HRTC. അപ്പൊ ഹരിയാന ഇങ്ങോട്ട് മാറ്റിയല്ലേ എല്ലാ സംഭവം. വലിയ ഓട്ടോ ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വണ്ടി കിടക്കത്തില്ല. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. രാവിലെ ട്രിപ്പ് വന്നു കഴിഞ്ഞ് കിടക്കുന്ന വണ്ടികളാണ് അല്ലേ? നൈറ്റ് സർവീസ് കഴിഞ്ഞ് ഇനി വൈകുന്നേരം എടുക്കത്തുള്ളൂ. ഗൈസ്, ആ ഒരു കഫേ ഒഴികെ ബാക്കി എല്ലാം പോയിട്ടോ. ഇവിടം വരെ വന്നല്ലേ? ഇവിടം വരെ വന്നു കേട്ടോ. എന്നാ പ്രളയമായിരിക്കും അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഇവിടെ KFC പിന്നെ കോസ്റ്റ പിസാട്ട് ഇതൊക്കെ ഇപ്പം വന്നാന്ന് എനിക്ക് തോന്നുന്നില്ല. 5 വർഷമൊക്കെ 5 വർഷം മുമ്പേ ഒന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതാ വന്നു തുടങ്ങി. ഇവിടം വരെ വന്നു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. എന്നാലും നല്ലൊരു പ്രളയം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇനി പരിപാടി ഞാൻ പറയാം. ഞങ്ങൾ നേരെ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിക്ക് പോയിട്ട് ഒരു വണ്ടി കൊണ്ട് ഡെലിവറി ഇട്ടാണ്ട് ചിലപ്പം പിന്നെ എന്ത് ഇരിക്കുന്നുണ്ട്. മൊത്തം ചെളിയാ കണ്ട. ഞങ്ങളെ വണ്ടി കഴുകാൻ പോകട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് വെക്കണം. ഇതെന്താ ഇങ്ങനെ? ഇത് ഇവിടുത്തെ രീതിയാണ്. ഞാൻ ഇറങ്ങി പറഞ്ഞുതരാം. തുമ്പി പീച്ച ചാൻസോ ബീൻസ ചാൻസോ. ഒരു മിനിറ്റ് ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. കട്ടിങ് ആക്കിയോ? തുമ്പി നിർത്തൂ. തുമ്പിയുടെ ചിറക് ഞാൻ ഒട്ടിക്കും. യെസ്, ഫൈനലി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഇവിടുത്തെ വാഷിംഗ് സെൻറ്റർ. അപ്പം ഞങ്ങളുടെ വണ്ടി നശിച്ച് നാരണക്കല്ലായി ഫുൾ അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവനോട് ലാസ്റ്റ് വണ്ടി വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ സുല്ല് പറഞ്ഞ് ഇറങ്ങി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ കയറാനോ ചാരിക്കാനൊന്നും പറ്റില്ല. മൊത്തം ഇതാവുക. ഫ്രണ്ടിലൊന്നും ഇല്ലായിരുന്നല്ലോ. വണ്ടി അവൻ ഇട്ടിട്ട് ഒതുക്കാം. ആണോ? ഗൈസ് നോക്ക്, സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി ലെവലാക്കി എടുക്കാണ്ട്. അവനെ ഞങ്ങൾ ആദ്യം 650 രൂപ പറഞ്ഞു. അവൻ ലിബി പറഞ്ഞു പറ്റൂല ചിലക്കോ. അപ്പം പറഞ്ഞു 500 രൂപ പറഞ്ഞു. അതെങ്ങനെ സംഭവം പറയാം? ഇങ്ങനെയുള്ള സ്ഥലത്ത് നീ ഇതില്ലേ ഇങ്ങനെയൊക്കെ മാറ്റണം. അപ്പോൾ റേറ്റ് കുറയും. അതെ, ചില സ്ഥലത്ത് അങ്ങനെ മാറുന്ന സമയത്ത് വീണ്ടും നമ്മൾ കാലുപിടിച്ചു. ഗൈസ് വണ്ടി കഴുകിയില്ല ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കഴിയട്ടെ. അത് വേണ്ട ആവേശമൊന്നും വേണ്ട, ചെറിയ ആവേശത്തിൽ. വണ്ടിയുടെ അവസ്ഥ ഇതിൻ്റെ ഓണർ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകും. ആ അവസ്ഥയിലാണ് വണ്ടിയുള്ളത്. ഒരു മഞ്ചുണ്ടായിരുന്നല്ലോ, എന്തിയെ? ആ മഞ്ചവനെടുത്തു അപ്പം കഴിച്ചു. അപ്പോൾ 50 രൂപ വീണ്ടും കുറഞ്ഞു, 450 രൂപ. ഗൈസ്
അതെ വണ്ടി എന്തായാലും വൃത്തിയായി കഴിയട്ടെ. ബാക്കിയുള്ളവരുടെ ഭക്ഷണം കഴിപ്പാട്ടോ. അവർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം കഴിയും. പാവങ്ങളാ, അത് മോണറാ. ഇവർക്കൊക്കെ 10-300 കിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവൻ ഓണറാണോ? അല്ല, ഓണറാ. ഇവരുടെ വാഷിംഗ് സെറ്റപ്പ് ഉണ്ടോ? ഒരു പിന്നെ നാടൻ രീതിയിലുള്ള ഒരു മെഷീൻ. ഇത് വെള്ളം, അവിടുന്ന് ആ എടുക്കുന്ന വെള്ളം കേട്ടോ, അല്ല വല്ല പ്യൂരിഫിക്കേഷനൊന്നുമില്ല. ആ കാണുന്ന കലക്കവെള്ളം എടുത്താണ് ഇത് കഴുകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എവിടുന്നാ കറണ്ട് എടുത്താക്കുന്നത്? കറണ്ട് എവിടുന്നാടാ? അങ്ങനെ ഇത് ജനറേറ്റർ അല്ല, ഇത് മറ്റേ വാഷ് ചെയ്യുന്ന മെഷീൻ. പിന്നെ ഇത് വാക്കമ്മ. ഇതെല്ലാം കൂടെ ചെയ്ത് തരും കേട്ടോ. എന്തായാലും മൊത്തം വൃത്തിയാക്കട്ടെ. പിന്നെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരിക്കലും ഓടിക്കരുത്. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ എന്നാ പറ്റുന്ന വെച്ചാൽ പോലീസുകാരെന്നെ പെട്ടെന്ന് ഓടിക്കും. എപ്പോഴും വണ്ടി ഓടിക്കാൻ നല്ല ക്ലീൻ ആയിട്ട് ഓടിക്കാം. നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്ന മാറ്റമൊക്കെ നല്ല മാറ്റാട്ടോ. ആണോ? അതൊക്കെ നമുക്ക് വെള്ളം അടിക്കേണ്ട കാര്യമില്ല. പനി പിടിച്ചു കേട്ടോ. പനി പിടിച്ചതിൻ്റെ ബാസൊക്കെ നഷ്ടപ്പെട്ടു. വണ്ടിക്കകവും ഫുള്ള് മണലാട്ടോ. വാക്കം വെക്കാൻ പോവാം. ഈ വാക്കം വെച്ചാലേ വൃത്തിയാകത്തുള്ളൂ, അല്ലേ വൃത്തിയാകത്തില്ല കേട്ടോ. അത്രയ്ക്കും പൊടിയാ. അയ്യോ, എന്നാ പൊടിയാ തുമ്പി. ആ കഴിഞ്ഞതിന് മുന്നത്തെ പ്രളയത്തിന് പോയതാന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ളും നശിച്ച് നാറിനൊക്കെ. ലിബിനെ ഇങ്ങോട്ട് നോക്കടാ, മൊത്തം പോയി. ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നേ. ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടുന്നാണ് നമ്മൾ വന്നേ. ഞാൻ വണ്ടിയുടെ സൈഡിൽ നോക്കിക്കട്ടെ. അല്ല, നീ ഇപ്പൊ അവിടെ പറഞ്ഞു നമ്മൾ വണ്ടി നോക്കി പറഞ്ഞ മുഴുവനും പോയി അല്ലേ ഗൈസ്? ഇവിടെയൊക്കെ വലിയ വലിയ റിസോർട്ടുകളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇതൊക്കെ ഇവിടുന്ന് അവിടം വരെ 1 ഏക്കറിന്റെ വീതിയുണ്ട്. ഇത്ര സ്ഥലം അടിച്ചു പോയി. വലിയ ഉരുളങ്കല്ലാന്ന് നോക്കിയേ. ഇതിനകത്തൊക്കെ പെട്ട് കുറേ പേര് മരിച്ചു കാണും ഉറപ്പാ. ഹായ്, നമ്മുടെ വണ്ടിക്ക് അങ്ങനെ ബ്ലാക്ക് കളർ തിരിച്ചു വന്നു സുഹൃത്തുക്കളെ. വളരെ വളരെ സന്തോഷം. അവിടെ സെറ്റപ്പ് എന്നാ എനിക്ക് മനസ്സിലാവും. ടച്ചപ്പ് ചെയ്യണം കേട്ടോ. ടച്ചപ്പ് അല്ല, വേറെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്. മാറ്റിയാ പോരെ? പെയിന്റ് അടിച്ചിട്ടാ പോരെ? എന്തായാലും വേണം ചെയ്യാം. ഈ ക്രോമിയം ഇതുള്ളതുകൊണ്ടാട്ടോ ഈ ഫുഡ് റെസ്റ്റ്. ഈ 2 സാധനം ഈ വണ്ടിക്ക് ഇല്ലായിരുന്നു, ഞാൻ എടുത്തു വെച്ചാക്കുമായിരുന്നു. അതെ, ഞങ്ങൾ പിന്നെ ഡൽഹിയിൽ നിന്ന് കയറ്റി കഴിഞ്ഞു. തുമ്പി ഇതിന്റെ പത എങ്ങനെ വരും തുമ്പി? പതയൊന്നുമില്ല, ബക്കറ്റിനകത്ത് കലക്കിയിട്ട് അങ്ങോട്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഫോണിൻ്റെ അകത്തൂടെ എന്താ ചെയ്തില്ലായിരുന്നോ? ഒന്ന് ഇവിടെ ഇളക്കി കഴിഞ്ഞാൽ നല്ല പത വരും. ഇതായിരുന്നു ഇങ്ങനെ കേട്ടോ ചേട്ടാ. ഷാമ്പു ഇല്ല, ഇങ്ങനെ വണ്ടി പോറൂലേ? ഇതാണ് ഷാമ്പു കണ്ടോ. ഇങ്ങനെ ഷാമ്പു കലക്കി ഇങ്ങനെ വരച്ച് തേക്കും. ഞാൻ അടുത്ത് ഫോം വാഷ് ഉണ്ടെന്ന്. ഫോം വാഷ് ഉണ്ടെന്ന് നന്നായേനെ. അതൊന്നും ഉണ്ടാകത്തില്ല. ഫോം വാഷ് ഇല്ല. വേറെ എന്തെങ്കിലും 550 രൂപ കൊടുക്കുകയുള്ളൂ അല്ലേ? നാട്ടിൽ ഫോം വാഷ് ഉണ്ടെന്ന്. നമ്മുടെ കാർപ്പറ്റ് വരെ ലിവിന് വേണം. നമ്മുടെ നാട്ടിൽ 450 രൂപ ഉള്ളൂ. ഇവരുടെ നാട്ടിൽ 650 രൂപ. ഞാൻ സമ്മതിക്കുമോ? അപ്പൊ നമ്മുടെ നാട്ടിലെ നല്ലത്. നമ്മളെന്താ ഇന്ത്യയിലല്ലേ? ഞങ്ങൾ ഇന്ത്യയിൽ തന്നെയാ. കണ്ണൂർ എന്താ അപ്പൊ ബീഹാറിലോ? അപ്പൊ 450 രൂപയല്ലേ ഉള്ളൂ. നിങ്ങളുടെ കൂടുതലല്ലേ? മാറ്റണം. ചെറുതായിട്ടില്ലേ? ഇവിടെയും ചെറിയൊരു പെയിന്റിംഗ് ഉണ്ട്. അതുപോലെ ബേക്കിലും എൻ്റെ ഈ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, കമ്പനി സിൽവറാ വന്നേ. ഇവിടെ അത് ഫുൾ ബാക്കിലേക്ക് മാറ്റിയപ്പോൾ അത് പോയതാ. അവനെല്ലാം മാറ്റി കൊണ്ടും വരുന്നുണ്ട്. നമ്മുടെ വണ്ടി എത്തിരിക്കണം. ബൈ ബൈ. ഹലോ ബൈ ബൈ. ഗൈസ് നോക്കൂ, ഞങ്ങൾ പോവുകയാണ് നേരെ. എണ്ണ അടിക്കണം. അന്ന് കിസ്തോറിയിൽ നിന്ന് അടിച്ച എണ്ണയാ. പിന്നെ എണ്ണ അടിച്ചിട്ടില്ല. എണ്ണ അടിക്കണം, പിന്നെ ഇച്ചിരി എയർ അടിക്കണം. സ്പ്രേ അടിക്കുക. അവര് തന്നില്ല, ഇപ്പൊ നമ്മളടിക്കും. ഓ സന്തോഷം. എല്ലാം തുമ്മിയാണ്ടിയുടെ എന്റെ ഉള്ളിൽ കയറിയ പോലെ കേട്ടോ. ഇനി തുമ്മിയാണ്ടന്റെ വാ തുറക്കുവേ. താഴെ ഇറങ്ങിയല്ലോ അല്ലേ? ഞാൻ കൈമാറി. സില്ലി റോഡുകളൊന്നും ഞാൻ ഓടിക്കാറില്ല. എല്ലാം തുമ്മിയാണ്ട്. ഗൈസ് എന്തായാലും നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 10-11 മണിക്കൂർ വേണം ഡൽഹിക്ക്. എന്നെ അടിക്കണ്ടേ? ഇനിയിപ്പോ ഞാൻ രോഗിയല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഗൈസ് ഇത് കണ്ടോ, ഇവിടെയൊക്കെ പോയേക്കോട്ടോ. നോക്കിയ തുമ്പി, ഇവിടെയൊക്കെ ഇടിഞ്ഞേക്കുവാ. നല്ല ഇടിഞ്ഞിട്ടോ. പണ്ടൊക്കെ നമ്മൾ മണാലിയിലേക്ക് വരുമെന്ന് വെച്ചാൽ രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ വണ്ടികളുടെ ബ്ലോക്കാണ്. ഇപ്പോൾ ആ ബ്ലോക്കൊന്നുമില്ല. ഈ പറയുന്ന രീതി തിരക്കില്ല. താഴെ ഒരു ടോൾ കൊടുക്കാണ്ടല്ലോ, ഒരു ഗ്രീൻ ടാക്സും കൊടുക്കാണ്ട്. നമുക്ക് പേടിക്കാം. നമുക്ക് അടുത്തുനിന്ന് അടിക്കാം. പോട്ടെ ഈ സൈഡിൽ നിന്ന് എവിടുന്ന് വിട്ടുന്ന അവിടെ നിന്ന് അടിക്കാം. പിന്നെ നമ്മൾ അന്ന് കിസ്ത്വാറിയിൽ നിന്ന് അടിച്ച എണ്ണയാ ഇത്ര ഓടി വെച്ചിട്ട് ടാങ്ക് ബാക്കിയുണ്ട്. 15 കിലോമീറ്റർ മൈലേജ് 15 മേളിലുണ്ടായിരിക്കും അല്ലേ തുമ്പി? ഓഫ് റോഡ് ചെയ്ത് അത്രയും റോഡ് കയറി അരട്ടാങ്ക് എണ്ണ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. കറക്റ്റ് ഫുൾ ടാങ്ക് തുടങ്ങി അവിടെ അല്ലേ? പാരാഗ്ലൈഡിങ് ആടാൻ പോവാ. ഹായ് ഹലോ ഗൈസ്. അപ്പൊ ഇവിടുന്ന് ബുക്ക് ചെയ്ത് പൈസ കൊടുത്തു. അച്ഛാ पैराग्लाइड आराम बैठो 25 मिनट आगे का रास्ता लेफ्ट साइड में हाईवे में ही साइड पे 13 दिखेगा बाकी आपको खुद फोन करेगा मैं आपका नंबर दे रहा हूं ओके ठीक है पैसे ഇവിടെ കൊടുത്തോ पैसे पेमेंट കൊടുത്തു
ഗൈസ് പുള്ളി ചാടാൻ വേണ്ടി പോട്ടെ. 2000 രൂപയ്ക്ക് എത്ര മീറ്ററാ? 10,000 feet. അതായത് 10,000 ഫീറ്റ് മേളിൽ നിന്ന് പാരാഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവത്തിനൊന്നും ക്രേസ് ഇല്ല. നമുക്ക് വണ്ടി, അതാണ് ഞങ്ങളുടെ ക്രേസ്. ലിബിൻ അതെ അതെ അതെ, ആ സൈഡിലേക്ക് പോകൂ. നിന്നെ എനിക്ക് ആ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഈ സൈഡിൽ പോയി ഗൈസ്. യെസ്, ഇത് പോരെ. ഇതെല്ലാം മറ്റേത് വേണമായിരുന്നു. നോക്കാം, ട്രൈ ചെയ്യാം. മറ്റേ ഒരെണ്ണം ഫിലിപ്സ് ഉണ്ടായിരുന്നല്ലോ, പിന്നീട് C2Cയും വേണം. ഈ കാണുന്ന സാധനം ചെയ്യാനായിട്ടോ തുമ്പി പോകുന്നത് പാരാഗ്ലൈഡിങ്. ആഹാ, തേങ്ങാപ്പൂൾ പോലെ ഇതേ കിടക്കുന്നു. തുമ്പി 2,000 രൂപ. 2,000 രൂപയ്ക്ക് ലാഭം കേട്ടോ. ഇത് നമ്മൾ വിദേശത്തൊക്കെ പോകണ ഒരു 10,000-20,000 രൂപ കൊടുക്കേണ്ടി വരും. ഇത് ഒന്നും മേളിൽ നിന്നാ തുമ്പി പോയി ചാടുന്നത്. എത്ര ദൂരം ചാടണം തുമ്പി? അവിടെ നിന്ന് 10,000 feet. ഈ സൂര്യൻ നിൽക്കുന്നില്ലേ, ആ അതിന്റെ വെളിയിൽ പോയിട്ട് വാ. വാല ഇറങ്ങുന്നു നോക്കിയതേ, എന്തോരെയാന്ന് നോക്കിയേ. ഇതാണ് തുമ്പിയുടെ കൗണ്ടർ. ഇവിടെ കൊണ്ട് ചേർത്ത് നിർത്തിക്കോ. ഇവിടെയല്ലേ നിങ്ങൾക്ക് പോണ്ടേ? പോയിട്ട് വാ കേട്ടോ. നിങ്ങളുടെ വണ്ടി ആയില്ലല്ലോ. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഇത് വലിയ ടീമാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ കേട്ടോ. എല്ലാം ലാസ്റ്റ് ഓരോ ടീം കൊണ്ടുപോകും അല്ലേ? പോയിട്ട് വാ. വീട്ടിലെടുത്തോണ്ട് പറഞ്ഞേ. ഉച്ചയ്ക്ക് പോയ തുമ്പി വന്നത് പാതിരാത്രിയില്. എന്നാ തുമ്പി അവിടെ പരിപാടി? ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോഴും ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അവിടെ പോയിട്ട് എന്നാ ഇത് വണ്ടിയെ കയറ്റി ഈ വഴി മേളിലോട്ട് കൊണ്ടുപോയി. ഏറ്റവും മേളിൽ ചെന്നു. 3ാമത്തെ നമ്പർ എന്റെ ആയിരുന്നു. ചാടി നേരെ അമ്മ ഫുള്ള് സാധനം സെറ്റ് ചെയ്തിട്ട് നേരെ ചാടി. എന്നിട്ട് സഹായം, പിന്നെ അവിടെ സഹായങ്ങൾ ചെയ്തു. കുറെ സഹായങ്ങളൊന്നും ഇല്ല. അത് 7 പെമ്പിള്ളാരെ വീഡിയോ എടുത്തു. ചില ആൾക്കാർക്ക് ഫോണുണ്ട്, ചില ആൾക്കാർക്ക് ഫോണില്ല. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാലോ. അതായത് സൂചി കയറ്റാൻ കൊടുത്ത് തൂമ്പ കയറ്റും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുള്ളി ഇറങ്ങി. പിന്നെ പുള്ളി ചാടി. 2,000 രൂപയ്ക്ക് ലാഭമായിരുന്നു പുള്ളി പറഞ്ഞ അല്ലേ തുമ്പി? അതെ. എന്തായാലും ഫൈനലി നമ്മൾ തിരിച്ച് ഡൽഹിക്ക് പോവുകയാണ്. അപ്രോക്സിമേറ്റ് നമുക്ക് ഡൽഹി എത്താൻ വേണ്ടി 9.5 മണിക്കൂർ വേണം. 493 കിലോമീറ്റർ, 3 മണി. നമ്മൾ നേരം വെളുത്താലേ എത്തത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഉദ്ദേശശുദ്ധി അതായിരുന്നു. കറക്റ്റ് നടന്നു 6 മണിയാവും അല്ലേ? നമ്മള് വെളുപ്പിന് 6 മണിയാവും എത്തുമ്പോ. പിന്നെ ചാർട്ട് ചെയ്ത കൂടെ വണ്ടി. അതായത് ഇതൊന്ന് അതിന്റെ മേളിൽ നിന്നാണോ ഈ പറക്കുന്നതിന്റെ മേളിൽ നിന്നാ ഇത് കണ്ടോ? ഇത് മൊത്തം എത്ര മിനിറ്റാ പരിപാടി? ഒരു 7 മിനിറ്റ്. 7 മിനിറ്റോ? 7 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കണം കേട്ടോ. ഇവിടുന്ന് അടിക്കാം. ഇവിടുന്ന് നമ്മൾ പണ്ട് പോലെ അടിച്ചോണ്ടിരുന്ന. ഇവിടുന്നല്ല നമ്മൾ മറ്റേ ഇങ്ങോട്ടൊക്കെ പോകുന്ന മറ്റേ ആ മണാല വില്ലേജിലേക്കൊക്കെ വന്ന റൂട്ടിൽ നമ്മൾ ഇവിടുന്നല്ല എണ്ണ അടിച്ചോണ്ടിരുന്നത്. ഫുൾ ടാങ്ക് അടിച്ചേക്കാം കേട്ടോ. നീ ഒരു കാർഡ് തന്നാടല്ലോ ഇവന് ഏതെങ്കിലും. ഇവിടുന്ന് എവിടുന്നേലും നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇവിടെ ആകുമ്പോൾ എണ്ണയ്ക്ക് പൈസ കുറവാ. ഇതാണ് ഇതുവരെ 1/2 ടാങ്കും തന്നിട്ടില്ല. അങ്ങോട്ട് കയറ്റി തുമ്പി. അതിന്റെ ബേക്ക് വെച്ചാ പോരെ? അതിന്റെ ബേക്ക് വെച്ചാ പോരെ? 87 രൂപ. 87 രൂപ. 87 രൂപ ഒരു ലിറ്ററിന്. കേരളത്തിലോട്ട് എണ്ണ നല്ല കൊണ്ടാകാൻ തരുവായിരുന്നു. പിന്നെ നല്ല രസമായി. പിന്നെ നമ്മൾ കുറ്റിക്കകത്ത് കയറിയില്ലേ. ഗൈസ് പോകുന്ന സ്ഥലം നോക്കിയേ. ഈ കാണുന്ന സ്ഥലത്തൂടെയാണ് ഇറങ്ങി പോകേണ്ടത് നമുക്ക്. ഇത് എത്രണ്ണോ ചാടുന്നതെന്ന് നോക്കിയത്. ഇത് ഇത്ര പേരാടാ. വിദേശത്തൊക്കെ 4-5 ഒരു ഗ്രൂപ്പായിട്ട് വരുന്നില്ലേ? ആ സെറ്റപ്പ് ഇല്ല. അതെ, ഇത് അടുത്തത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും എണ്ണ അടിക്കട്ടെ, ഡീസൽ വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ ഗൈസ്. പക്ഷേ ഇത്ര എണ്ണ അടിച്ചാലും ഉണ്ടല്ലോ, എത്ര എണ്ണ അടിച്ചാലും അതിനുള്ള മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. 50 ലിറ്റർ അടുത്ത് കയറും. 3,850 കയറിയിട്ടുള്ളൂ ആകെ. മാക്സിമം കയറ്റാൻ പറയടാ, മാക്സിമം കയറ്റാൻ പറയടാ. ഇനി അങ്ങോട്ട് തന്നെ എണ്ണയ്ക്ക് പൈസ കൂടില്ല. നമുക്ക് ഡൽഹി വരെ കിട്ടാനുള്ള എണ്ണ നമുക്ക് ഇവിടെ അടിച്ചിട്ടുണ്ടോ? പിന്നെ ഡൽഹി വില കുറവല്ലേ. നമുക്ക് 87 രൂപ എണ്ണ, 4,200 അങ്ങനെ എണ്ണ ആയതുള്ളൂ കേട്ടോ. 76 രൂപയ്ക്ക് നമ്മൾ ഇവിടെ എണ്ണ അടിച്ചാൽ ഇതിനിപ്പോ നമുക്ക് അല്ലേ. ഇനി നമുക്ക് സത്യം പറഞ്ഞാണെങ്കിൽ ഈ എണ്ണ കൊണ്ട് ഡൽഹി പിടിക്കല്ലേ തുമ്പി? ഡൽഹിയോ? ബാക്കി അവിടെ പോയി. അത്ര നല്ല മൈലേജ് ആട്ടോ എൻ്റെ. ഞാൻ വിചാരിച്ച എൻ്റെ ഒരു ഇതല്ല ഇവന്. ഞാൻ വിചാരിച്ചത് മാറിപ്പോയി. പക്ഷെ ഇത്രയും നല്ല വണ്ടി, ഇത്ര വലിയ ഭയങ്കര ഫെസിലിറ്റികളാട്ടോ വണ്ടിയില്. ബസ്സിന് അത്ര വലിയ എഞ്ചിനാ. ഇതിനകത്ത് ഇത്ര മൈലേജ് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിൽ വിചാരിക്കുന്ന കേസാണ് ഇത്. ഗൈസ് നമുക്ക് എന്തായാലും നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടുകളൊക്കെയാണ്. മോനെ ഇതാ ടോള്. ടോൾ റീചാർജ്ഡാ. ടോൾ ഓൾറെഡി റീചാർജ്ഡാണ്. സ്റ്റീറിംഗ് പിടിക്കുന്നുണ്ടോ? എന്നാ പ്രത്യേകത, ഉള്ളിക്കൂടി ഇട്ട് പിടിച്ച്. അത് അടിപൊളി. പ്രളയം വന്ന് കൊടുത്തിട്ട് ടോളൊക്കെ ഒലിച്ചു പോയിട്ടോ. ഇതെന്താ സംഭവം? പ്രകൃതിക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. ഇത് നോക്കിയോടാ, അടുത്ത ടോള് കണ്ടോ? ഈ കാണുന്ന ടോള് ഇതും പോയിട്ടോ പകുതി. ലിബിനെ പിരിക്കാനും പറ്റൂല. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വരി പായ്ക്ക് വേണ്ടി പിരിച്ചോണ്ടിരുന്നത്. റോഡിപ്പം പോയല്ലോ, ഒരു റൂൾ വെച്ചിട്ട് ഇത് പിരിക്കാൻ പറ്റൂല. റോഡാക്കിട്ട് പിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ അങ്ങോട്ട് പോയി. ആ ടോളോട് കൂടി കൊണ്ടുപോയി കേട്ടോ. നോക്കിയേ, ആ ടോളോട് കൂടി കൊണ്ടുപോയി. അപ്പൊ ഈ വശത്തോട് നല്ല രീതി എനിക്കൊന്ന് തുമ്പി ഇവിടെയാ വന്നിട്ട് കറങ്ങിയത് വെള്ളം, മനസ്സിലായോ? അല്ലെങ്കിൽ ഇത്ര വ്യാപ്തി ഉണ്ടാകത്തില്ല. വ്യാപ്തം
നമുക്ക് നേരെ പോവാട്ടോ. ഞങ്ങൾ ഇവിടെ വരാൻ നേരത്ത് ഇവിടെയൊക്കെ ആയിരുന്നു വണ്ടി ഇട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം വണ്ടി പാർക്കിംഗ് കിട്ടുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ചെക്കിങ് ഇവിടെയൊക്കെ ഈ റോഡിലൊക്കെ കൊണ്ടിട്ടായിരുന്നു വണ്ടി ഇട്ട്. അന്ന് ഈ ഹൈവേ ഒന്നും അത്ര സെറ്റപ്പ് ആയിട്ടില്ല. 4 വരെയായിരുന്നോ അന്ന്? പിന്നെ ഇതൊക്കെ 4 വരെയായിരുന്നു. അത്ര സെറ്റപ്പ് ആയിട്ടില്ലായിരുന്നു. മൊത്തം പണിയൊന്നും തീർന്നു. 4 വരെയുടെ പണി നടക്കുന്നേ ഉള്ളായിരുന്നു അന്ന്. അതിന് ഞങ്ങള് 2021 വന്നിട്ടുണ്ട്, 23 വന്നിട്ടില്ലേ? ഞാൻ 19 കാര്യം പറയുന്നത്. ഞങ്ങള് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ പണ്ടത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. മണാലി മൊത്തം പോയി. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മണാലിയില് എയർപോർട്ട് ഉണ്ടല്ലോ, ബൈക്കേഴ്സ് ഒക്കെ വളരെ കുറഞ്ഞു കേട്ടോ. പണ്ടൊക്കെ എന്തോരം ബൈക്കേഴ്സും മണാലി എയർപോർട്ടില്ല. എന്തോരം ബൈക്കേഴ്സും ചെറുതുപോലായിരിക്കും. അതായത് എന്തോരം ബൈക്കേഴ്സ്, എന്തോരം ടൂറിസ്റ്റുകൾ, എന്തോരം ആൾക്കാർ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. എന്താ മണാലിക്ക് പറ്റിപ്പോയത്? എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അല്ലടാ ലിബിനെ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ന്യൂസ്. ഇപ്പൊ മനുഷ്യന്മാരെ ആയിക്കോട്ടെ, ഒരു സ്ഥലത്തിനെതിരെ എന്ത് വന്നാലും പിന്നെ അങ്ങനെയാവും. പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ഒന്നാമത്തെ കാര്യം ഈ അമിതമായ ചെക്കിങ്ങുകള്, പിന്നെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക. ഗോവയ്ക്ക് സംഭവിച്ചത് ഈ സെയിം സംഭവം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ പോലീസുകാർ പിരിവ്, രണ്ടാമത് വെച്ചാൽ ടാക്സിക്കാര് നടത്തിയ ചെറ്റത്തരം, പിന്നെന്ന് വെച്ചാൽ റൂമുകാർ ചെയ്ത ചെറ്റത്തരം. ഇത് കാരണമാണ് ഗോവയ്ക്ക് പറ്റിയത്. അതെ, ഇതൊക്കെ ഒരു മെയിൻ ഫാക്ട് ആട്ടോ. ഇവിടുത്തെ പൊതുഗതാഗത വാഹനം കേട്ടോ. ഇത് ചിലപ്പം ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, ഡൽഹിക്കൊക്കെ ആയിരിക്കും അല്ലേ തുമ്പി? ഇത് കുളു ഡിപ്പോടെ വണ്ടിയാ. കുളു ഇതൊക്കെ എങ്ങോട്ട്? അപ്പൊ കുളുവിന് പോകുന്നതായിരിക്കും അല്ലേ? ബാക്കിൽ കുളു എഴുതി വെച്ചേക്കുന്നുണ്ട്. ഈ സാധനം നമ്മളന്ന് കില്ലറിന്നൊക്കെ കണ്ടു കേട്ടോ. എനിക്ക് വിശക്കുന്നു. അപ്പൊ ഇവിടെ KFCയും പിസ്സ ഹട്ടും ഉണ്ട്, പിന്നെ കോസ്റ്റോ കോഫി ഉണ്ട്. അപ്പൊ സ്ട്രീറ്റാ, ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. പിന്നെ വാഗിഗോഗുല്ലോ ഇങ്ങോട്ട് ഒതുക്കുക. അങ്ങോട്ട് എന്തിനാ പോകുന്നത്? ഇവിടെ ഒതുക്കുക. എല്ലാം കൂടെ ഒറ്റ കൗണ്ടറല്ല. വാങ്കോ എന്ന് പറഞ്ഞ തമിഴാ. ഇതാണ് വെള്ളം അടിച്ച് ഇപ്പൊ ഒരാളിതാ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നു കേട്ടോ. ഇപ്പൊ ഉറങ്ങും പുള്ളി. നമ്മൾ എന്ത് കേട്ടോ ഒരു കാര്യമല്ല അവന്. നമ്മളല്ലേ പിന്നെ അവനെ ഇടിച്ചു നിർത്തേണ്ടത്. കിണ്ടിയായിട്ട് പോവാട്ടോ, ഒരു രക്ഷയില്ല. രണ്ടിടത്ത് കയ്യിൽ നിന്ന് പോയി അല്ലേ? ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് രണ്ടുപേരും ഇവിടെ നിർത്തിയതാവും. എന്ത് പറ്റി? ഇവിടുന്ന് പിക്കപ്പാ? ഇതൊക്കെ ഏതാ ടണല് ദൈവത്തിനറിയാട്ടോ. വെൽക്കം ടു NH, വെൽക്കം ടു ടണൽ. ഇവിടെ നിങ്ങൾ കണ്ടായിരുന്നോ 12, 7, 8 എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്പർ. 12 ടണലുണ്ട് അവിടെ നിന്ന് ഇവിടം വരെ. അതാണ് സംഭവം. ഇത് നമ്മൾ പോകുന്നത് 7ാമത്തെ ടണല്. ഇനി മനസ്സിലായി. ഇതൊന്നും പണ്ടില്ല. ഇതൊന്നും 2021 നമ്മൾ വരാൻ നേരത്തെ ഈ സാധനം ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം വന്ന സംഭവങ്ങളാ. ഇതേ അടുത്തത് ഇത് കൊറേ ഉണ്ട് കേട്ടാ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. 6ാമത്തെ അല്ലേ? നോക്കൂ, പണ്ട് ഞാനും ലിവനും 2021 ഓമിനി വന്ന് തണുത്ത ഒരു ചെറിയ സ്ലീപ്പിംഗ് ബാഗില് കിളി പാറി ഈ കാണുന്ന മണാലി കിടന്നപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചല്ല ഇതേപോലെ ഒരു ഹീറ്ററൊക്കെ ഉള്ള ഒരു വണ്ടിയിൽ നമ്മൾ ഇതേപോലെ പുറത്തെ ക്ലൈമറ്റ് അറിയാൻ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അന്ന് ബസ്സിന് നമ്മുടെ SS നെപ്പോളിയന് നമ്മളന്ന് ലേന്ന് ഇതിൽ ഇറങ്ങി വന്ന് പോലും അല്ലടാ ലിവിനെ? അയ്യോ, നമ്മൾ ശരിക്കും ആ ഒരു ഇത് അനുഭവിച്ചാണ്. എല്ലാം ഒരു ദൈവാനുഗ്രഹമാണ്. എന്തായാലും നമുക്ക് എന്താ പറയുക, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. നമുക്ക് ഇനിയും കുറേ ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. അപ്രോക്സിമേറ്റ് 410 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തും അല്ലേ? ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കോപ്പെത്തും. പോടാ, 7 മണിക്കൂർ വേണം. 410 കിലോമീറ്റർ. അതെ ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ്. അതായത് ഹരിയാന. ഇനിയും ടോളുകളുടെ ഘോഷയാത്ര തുടങ്ങാൻ പോകുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. യെസ് ഗൈസ്.